ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് എയർപോഡാണ്. എയർപോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര സാധനം ഇട്ടത് ബോട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ എയർപോഡാണ് നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. 255Z+ എന്ന് പറയുന്ന മോഡൽ വരുന്ന ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എയർപോഡാണ്. ബോട്ടിൻ്റെ സ്പെഷ്യൽ ഓഡിയോ ടോട്ടൽ 50 അവേഴ്സാണ് നമുക്ക് ഇതിന് കിട്ടുന്നത് കമ്പനി പറയുന്നത്. ഈ ഒരു ഭാഗത്ത് ബോക്സിൻ്റെ പിറകു വശത്ത് പറയുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പേരും പിന്നെ ഇതാ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ പെയർ അത് ഒരു പ്രത്യേക സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു നേരം നമുക്ക് രണ്ട് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യുക, പിന്നെ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള പിന്നെ അങ്ങനെ സ്പെഷ്യൽ ഒരുപാട് കാര്യങ്ങൾ ബോക്സുമ്മൽ കൊടുത്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഓൺ ഓഫ്. പിന്നെ എടുത്തു പറയാനുള്ളത് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചാർജ് ചെയ്യുന്നുണ്ടാൽ 10 അവേഴ്സ് കേട്ടോ. അതൊരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ബ്ലൂടൂത്ത് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5.3 ആണ് പറയുന്നത്. പിന്നെ IPX4 വാട്ടർ പ്രൂഫിൻ്റെ ആ ഒരു സംഭവങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിവിടെ മെയിനായിട്ട് അവരിൽ ഹൈലൈറ്റുള്ള ആ ഒരു സംഭവം ബോക്സും എഴുതി കാണിച്ചിട്ടുണ്ട്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ 10 അവേഴ്സ്. അതൊരു ഒന്നൊന്നര സംഭവം തന്നെ. TRS സ്പെക്ക് അങ്ങനെ ഒരു അടിപൊളി സംഭവം. ഈ ബോക്സിൻ്റെ ഈ ഭാഗത്തെല്ലാം ഒരുപാട് കാര്യങ്ങളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് എയർപോഡ് എങ്ങനെയുള്ളതെല്ലാം നമുക്ക് നോക്കി നോക്കാം. പിന്നെ ആപ്ലിക്കേഷൻ അതും പുതുതായിട്ട് വന്ന സംഭവം തന്നെയാണ്. QR കോഡ് സ്കാൻ ചെയ്തിട്ടും അതല്ലാതെ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ വർക്കാവും. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു നോ കോംപ്രമൈസ്. സൗണ്ട് അതെല്ലാം ബോട്ടിനെ എടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നമുക്ക് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോവുകയാണ്. അടിപൊളി പാക്കിങ്ങിൽ തന്നെയാണ് സാധനം വന്നിട്ടുള്ളത്. ബോക്സ് അവിടെ ഇരിക്കട്ടെ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഇതാ ഒരു ചെറിയ ഒരു വാറൻറ്റി കാർഡും കാര്യങ്ങളും പിന്നെ ചാർജ് ചെയ്യാനുള്ള ഇതെല്ലാം കിട്ടേണ്ടത് അത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇതാണ് നമുക്ക് ബ്ലാക്ക് കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടിപൊളി സംഭവം തന്നെയാണ്. ഓക്കെ, ബോക്സ് എല്ലാം നമ്മൾ തുറന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എടുത്ത് പറയാനുള്ളത് അതിൻ്റെ ആ ഒരു ഫിനിഷിങ് തന്നെ കേട്ടോ. ഒരു ഡോട്ട് നല്ലൊരു ഗ്രിപ്പ് കിട്ടാനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഈ അകത്ത് വരാന്നുണ്ടെങ്കിൽ ഇവിടെ വോളിയം സ്പെഷ്യൽ ബട്ടണെല്ലാം കാണുന്നുണ്ട്. പിന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ളത്. ഇത് വന്നിട്ട് ടൈപ്പ് സി ആണ്. ടൈപ്പ് സി ചാർജിങ് ചെയ്യാനുള്ള ടൈപ്പ് സി ഇതിവിടെ അത് കാണുന്നുണ്ട്. എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വയറിൻ്റെ ക്വാളിറ്റി തന്നെ കേട്ടോ. കുറച്ച് നല്ല തിക്നെസ് ഉള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന കാര്യങ്ങളായാലും യാത്ര ചെയ്യുന്ന സമയത്തും വണ്ടിയിലെല്ലാം പോകുന്ന സമയത്തെല്ലാം അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക. അത് വലിഞ്ഞിട്ട് പൊട്ടുന്നുള്ള ഒരു പേടിയൊന്നും പേടിക്കണ്ട. അതിൻ്റെ ബോഡി വരാമെന്നുണ്ടെങ്കിൽ മെറ്റൽ ബോഡിയാണ്. പിന്നെ ഇവിടെ ഇതാ ഒരു ഡോട്ടെല്ലാം ഒരു ലോഗോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. മെറ്റൽ ബോഡിയാണ് വരുന്നത്. സിലിക്കോൺ ഒരു ഹെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വരാമെന്നുണ്ടെങ്കിൽ ബോട്ടെന്നുള്ള അവരുടെ ആ കമ്മിൻ്റെ പേര് കാണിച്ചിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഒരു സ്റ്റിക്കർ കാണുന്നുണ്ട്. ഇത്രയുള്ള ഒരു സംഭവം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സംഭവം തന്നെ കേട്ടോ. നമുക്കിങ്ങനെ ചുരുക്കി ഇതങ്ങനെ മടക്കി പോക്കറ്റിലിട്ട് കൊണ്ടുപോകാനും ഒരു കുഴപ്പം പറ്റില്ല. അത്രയും ഫ്ലെക്സിബിളായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പിന്നെ അത് മാത്രമല്ല മാഗ്നറ്റിക് മാഗ്നറ്റിക്കാണ്. മാഗ്നറ്റിക് നമുക്ക് അത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓണാവുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ മാഗ്നറ്റിക് എടുത്തിട്ടുണ്ട്. മാഗ്നറ്റിക് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓണായി എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഭയങ്കര പ്രത്യേകതയായിട്ടുള്ള സംഭവം കേട്ടോ. ഓട്ടോമാറ്റിക്കലായിട്ട് ഓണായിട്ടുണ്ട്. അതൊരു സംഭവം തന്നെയാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാണ്ട് അതിന് മുമ്പ് നമുക്ക് ഇതിലെന്തൊക്കെയുള്ളതെന്നുള്ള നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇതിൽ വരാമെന്നുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ്. പിന്നെ അതല്ലാണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. പിന്നെ എയർപോഡ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് എല്ലാ കമ്പനിക്കാരും കൊടുക്കുന്ന പോലെ ആധികാരികമായിട്ട് അവരും കാണിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. അത് കൂടാണ്ട് പിന്നെ നമുക്ക് വേറെ എന്താ ഇതിലുള്ളത്. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് വരുന്നത് നമ്മളെ എയർപോഡിൻ്റെ ഇത് എക്സ്ട്രാ ഒരെണ്ണം കൂടി വരുന്ന മാത്രം ഹെഡ് ഒരു സെറ്റും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. USB to Type C ചാർജറാണ് വരുന്നത്. കൂടാണ്ട് പിന്നെ ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട് ബോട്ടിൻ്റെ. അപ്പോൾ ഇത്രയൊക്കെയാണ് വരാന്നുള്ളത്. പിന്നെ നമുക്കത് നെക്ക്
ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ സംഭവങ്ങൾ കയറ്റിയൊക്കെ അങ്ങനെയാണെല്ലാം നമുക്ക് നോക്കി നോക്കാം. ബ്ലൂടൂത്ത് നമ്മൾ അതിൻ്റെ നെക്ക് രണ്ടും വിടുത്തിയപ്പോൾ തന്നെ നമ്മളെ മൊബൈലിൽ അതിൻ്റെ ആ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. നമ്മളിത് കണക്റ്റ് കൊടുക്കണം. കണക്റ്റ് കൊടുത്തപ്പോൾ ഇത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റ് പോയിട്ടുണ്ട്. ബോട്ടിൻ്റെ ഇതിൽ തന്നെയാണ് പോയിട്ടുള്ളത് ഹെയർഫോൺ. നമ്മളിതാ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കണം. സുഹൃത്തുക്കൾ, അങ്ങനെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പെർമിഷൻ ചോദിച്ചതെല്ലാം ഹലോ കൊടുത്തിട്ട് നമ്മളിതവിടെ ഓക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു ഇമെയിൽ ഐഡിയും പാസ്വേഡാണ് ചോദിക്കുന്നത്. അത് കൊടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം ബാക്കി കാര്യങ്ങൾ. ഓക്കെ, അതിന് ശേഷം നമുക്കിതാ അവിടെ ലൊക്കേഷനെല്ലാം ഓണാക്കി കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ നമുക്ക് ഓണാക്കി കൊടുക്കണം. ലൊക്കേഷൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബ്ലൂടൂത്ത് എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണിച്ചു തരുന്നത്. നമുക്കറിയുന്നത് പോലെ ഇങ്ങനെ തന്നെയാണ് ഓരോന്നും ചെയ്ത് പഠിക്കേണ്ട. 90% ചാർജ് ഇപ്പോൾ ഓൾറെഡി ഇതിലുണ്ട്. നമ്മളെ പിക്ചർ ഇതെല്ലാം കൊടുക്കട്ടെ വേണമെങ്കിൽ അതിൽ. അങ്ങനെ അതിൻ്റെ ഓരോ ഭാഗങ്ങളെല്ലാം കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സ്പീക്കർ ടെസ്റ്റ് എന്നാണ് ഇതിൽ എഴുതി കാണിക്കുന്നത്. ഇതിൽ പിന്നെ 3D സൂപ്പർ സൗണ്ട് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ള. പിന്നെ കൂടുതൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ളത്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരുന്നതാണ്. സുഹൃത്തുക്കൾ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു സംഭവങ്ങൾ കാണുന്നത്. ഇതിൽ പോയി കണ്ടാൽ നമുക്ക് ഇതവിടെ സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് ഈ ഒരു ഭാഗത്തെല്ലാം കാണിക്കുന്നത്. ഓക്കെ, ടച്ച് ചെയ്തിട്ട് അതുകളെല്ലാം സെറ്റ് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മളെ ചെവിക്ക് അനുസരിച്ചമായിട്ടുള്ള നെക്ക് ബാൻഡ് ഏത് ഇതിലാണ് നമുക്ക് ഇത് കൊടുക്കാനുള്ളത്, അത് നമുക്കിവിടെ മീഡിയം ലോ എന്നെല്ലാം വേണ്ട അതുണ്ട്, അത് സെറ്റ് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുണ്ട്. നമുക്ക് നെക്ക് ബാൻഡ് ഇട്ടിട്ട് ആ ഒരു കംഫർട്ടബിൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, അപ്പോൾ തന്നെയാണ് നെക്ക് ബാൻഡ് കിടക്കുന്ന ആ ഒരു ഇതും അതിൻ്റെ ആ ഒരു കംഫർട്ടബിളുമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ മാത്രമല്ല, പുറത്തുനിന്നുള്ള ആ സൗണ്ട് നമുക്കൊരിക്കലും വേറെ പ്രത്യേക തരത്തിലുള്ള സൗണ്ടുകൾ നമുക്ക് ഇതിലേക്ക് കൂടെ ഇത് കേൾക്കുമ്പോൾ ഫീൽ ആവുന്നില്ല. ചില ഹെഡ്ഫോണുകൾക്ക് പുറത്തത്തെ സൗണ്ടുകൾ ഇത് ചെയ്യാറുണ്ട്. പിന്നെ മാത്രമല്ല, ബാസ് പിന്നെ ഗെയിം കളിക്കാനുള്ള അതിനുള്ള എല്ലാം പറ്റിയതുണ്ട്. പിന്നെ 50 hours ആണ് പ്ലേ മ്യൂസിക് പറയുന്നത്. പിന്നെ വീഡിയോ കോളിങ്ങും അതെല്ലാം ചെയ്യുമ്പോൾ കുറച്ച് കുറയുന്നു മാത്രം, എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്തതിൻ്റെ വോയിസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലുമായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ട് ഇതിലൂടെയുള്ള റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. വോയിസ് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കി നോക്കാം. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാണ്ട് പിന്നെ കുറച്ച് ദിവസമായിട്ടുള്ള ഇത് കിട്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് അത് നോക്കി നോക്കുക ചെയ്യാണ്ട് നമുക്ക് അതെല്ലാം നിങ്ങൾക്ക് അടുത്ത വീഡിയോസിലാവും. അത്രയും നല്ല ക്ലാരിറ്റി ആണ്, നല്ല ഗുഡാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോസും കൂടി ഞാൻ ചെയ്യുന്നതാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ ഒരു ദിവസം ഇത് ഉപയോഗിച്ചിട്ട് മ്യൂസിക്കും അതിൻ്റെ ആ ഒരു ക്ലാരിറ്റിയും ആ ഒരു ബാസും ഇതൊക്കെ ഞാനൊരു അറിഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ തന്നെ ചെയ്യുന്നത്. നമുക്കിതിലും വില കൂടിയ ഹെഡ്ഫോണുകൾ കിട്ടാമെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൈസിന് ഏറ്റവും ബെറ്റർ ഈ ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ജീപ്പൻ ബസ്സിൽ നല്ല ക്ലാരിറ്റി സൗണ്ട്, ഗെയിം കളിക്കാനും വേണ്ടില്ല, വീഡിയോ കോളിങ് ചെയ്യാനും വേണ്ടില്ല, മ്യൂസിക് പ്ലെയർ ചെയ്യാനും വേണ്ടില്ല, മാത്രമല്ല ജിമ്മിലെ വർക്കൗട്ട് അത് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാരെല്ലാം സൂപ്പർ സാധനം. ഓക്കെ സുഹൃത്തുക്കളെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മൾ വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും നടക്കും. ഓക്കെ, ബൈ ബൈ.